2026 പിറക്കാൻ വേണ്ടി പുതുവർഷത്തിലേക്ക് ഇനി അധികം ദിവസങ്ങളില്ല. ഏകദേശം 87 ദിനങ്ങളാണുള്ളത്. ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന ദിവസമാണ് ഞാൻ പറഞ്ഞത്. 2026 സ്ഥിതിഗതികൾ എന്തൊക്കെയാവും? പ്രത്യേകിച്ചും ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിൻ്റെ PR സാധ്യത, ജോലി സാധ്യതകൾ, അതോടൊപ്പം തന്നെ US വന്നിട്ടുള്ള ചേഞ്ചുകൾ, ഇവയെല്ലാം നമുക്ക് ഇന്നൊന്ന് വിശകലനം ചെയ്യാം. നമുക്ക് ആദ്യം തന്നെ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിൻ്റെ കാര്യം നോക്കാം. 2019 വന്നിട്ടുള്ളവർ അവരുടെ പഠനമൊക്കെ കഴിഞ്ഞപ്പോൾ പോസ്റ്റ് ഗ്രാജുവേറ്റ് വർക്ക് പെർമിറ്റിലാണ്. 2022 ശേഷം വന്നിട്ടുള്ളവർ ഇപ്പോഴും പഠനം തുടരുന്നവരുണ്ട്. ഡിപ്ലോമ കോഴ്സുകൾ എടുത്തിട്ടുള്ളവരൊക്കെ അവരുടെ പഠനം പൂർത്തീകരിച്ച് ഇപ്പോൾ വർക്ക് പെർമിറ്റിലേക്ക് കടന്നിരിക്കുകയാണ്, അല്ലെങ്കിൽ അവർ അപ്ലൈഡ് സ്റ്റാറ്റസിലും കാര്യങ്ങളിലൊക്കെയാണ്. അവർ മുന്നോട്ട് നോക്കി കാണുന്നതും PR തന്നെയാണ്. നമുക്കറിയാം, നാട്ടിൽ നിന്ന് മറ്റു പ്രോസസ്സിൽ കൂടി ഇവിടെ വന്നവരുണ്ട്. നേഴ്സുമാർ വന്നിട്ടുണ്ട്. അവർ കെയർ ഹോമുകളിൽ 2 വർഷത്തെ ജോലിക്കായിട്ട് വന്നിട്ടുള്ളവരുണ്ട്. അവരുടെ വിസ ഇപ്പോൾ കഴിഞ്ഞിട്ട് നിൽക്കുന്നവരുണ്ട്. ഇൻട്രാ കമ്പനി ട്രാൻസ്ഫേഴ്സ് വഴി കാനഡയിലെത്തിയവരുണ്ട്. അവർ വർക്ക് പെർമിറ്റിലാണ് ഇവിടെ വന്നിട്ടുള്ളത്. റെസ്റ്റോറൻറ്റുകളിൽ ജോലി ചെയ്യാൻ വേണ്ടി വന്നിട്ടുള്ള നിരവധി ആളുകളുണ്ട്. അവർ LMIA ഇവിടെ വന്നിട്ടുള്ളവരുണ്ട്. ട്രേഡ് ജോലികളിൽ വർക്ക് ചെയ്യുന്നവരുണ്ട്. ഇവരെല്ലാം പ്രതീക്ഷിക്കുന്നു പറഞ്ഞാൽ കനേഡിയൻ PR തന്നെയാണ്. ഇവർക്കെല്ലാവർക്കും കനേഡിയൻ PR കിട്ടുമോ? എന്തൊക്കെ ചലഞ്ചസുകളാണ് ഇനി വരുന്നത്? പ്രധാനമായിട്ടും ഇപ്പോഴത്തെ US ചേഞ്ചുകൾ, പ്രത്യേകിച്ചും H1B വിസയിൽ ഉണ്ടായിട്ടുള്ള ചേഞ്ചുകൾ എങ്ങനെയാണ് കനേഡിയൻ മാർക്കറ്റിനെ അഫക്റ്റ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. പ്രധാനമായിട്ടും US ടെക്കികൾ, അതായത് ടെക്നോളജി ജോലികളിൽ ഏർപ്പെടുന്നവർ വരുന്നത് H1B വിസ വഴിയാണ്. ഇന്ത്യൻസിൻ്റെ എണ്ണം നോക്കിക്കഴിയുമ്പോഴേക്കും, അതായത് ടെക്കികളുടെ ഇടയിലെ നമ്പർ ഒന്ന് നോക്കിക്കഴിയുമ്പോഴേക്കും 71% ആളുകളും ടെക്കീസ് ഇന്ത്യയിൽ നിന്നുള്ളവരാണ്. അവരുടെ പ്രോസസ്സ് നേരത്തെ എളുപ്പമായിരുന്നു. നാട്ടിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവരൊക്കെ ഇത്ര വർഷത്തെ എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് കമ്പനി തന്നെ വിസ ഏർപ്പാടാക്കുകയും അമേരിക്കയിൽ പോയി ജോലി ചെയ്യുകയും ചെയ്യാമായിരുന്നു. ഇപ്പോൾ കമ്പനികൾക്ക് അതിൻ്റെ ഫീസ് $100,000 കെട്ടിവെക്കേണ്ടതായിട്ടുണ്ട്, അല്ലെങ്കിൽ ഫീസ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ട്രംപ് പറഞ്ഞു വച്ചിരിക്കുന്നത്, അവിടെയുള്ള ടെക്കികളെ നിങ്ങൾ ട്രെയിൻ ചെയ്യുക, അധികം ആളുകളെ പുറത്തുനിന്ന് ഔട്ട്സോഴ്സ് ചെയ്യേണ്ട എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി സംഭവിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അമേരിക്കയിലുള്ള ടെക്കീസ് പല ഓപ്പർച്യൂണിറ്റീസും, അതായത് ഇങ്ങനെയുള്ള ത്രെഡ്സ് വരുന്നതിനാൽ പല രാജ്യങ്ങളിലേക്കും അവർ മൂവ് ചെയ്തുകൊണ്ടേയിരിക്കും. പ്രത്യേകിച്ചും കാനഡ അടുത്തുള്ള രാജ്യമാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ അവർക്ക് PR സാധ്യതകൾ ലഭിക്കും. അത് കാരണം ആ മൂവിങ് പോസിബിലിറ്റീസ് അവർ നോക്കും. ഞാൻ പലരെയും കാണാറുണ്ട്, ഇങ്ങോട്ട് വന്നിട്ട് PR കിട്ടിയവരെ ഞാൻ കാണാറുണ്ട്. കനേഡിയൻ ഗവൺമെൻറ് ഇപ്പോൾ പുതിയ ഇനിഷ്യേറ്റീവ്സ് എടുക്കുന്നുണ്ട്. ഇവിടെ പുതിയ കമ്പനികൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ നോക്കുന്നുണ്ട്. ഇതെല്ലാം നോക്കുന്നുണ്ട്. അവരിവിടെ വന്ന് പുതിയ കമ്പനികളൊക്കെ, കനേഡിയൻ ഇക്കോണമിക്ക് നല്ലതാണത്. പക്ഷേ എങ്കിൽ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, കൂടുതലും ആളുകൾ US നിന്ന് ഇവിടെ വരുന്നത് എന്തിനാണ്? അവരിവിടെ വന്ന ശേഷം PR ഒക്കെ കിട്ടി വീണ്ടും അമേരിക്കയിലേക്ക് തിരിച്ചു പോകാൻ വേണ്ടി തന്നെയാണ്. അപ്പോൾ കാനഡയിൽ ഒരു വലിയ റഷ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. കനേഡിയൻ എക്സ്പ്രസ് എൻട്രി പൂൾ സിസ്റ്റം വെച്ച് ആണ് എല്ലാവരും PRന് അപ്ലൈ ചെയ്യുന്നത്. പിന്നെ PNB വഴി അപ്ലൈ ചെയ്യുന്നുണ്ട്. അവിടെ ഒരു വലിയ റഷ് ഉണ്ടാവും. അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കാനഡയിലുള്ള ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും? കാരണം അവർ ലാംഗ്വേജ് സ്കിൽസ് പ്രിപ്പയർ ചെയ്യുന്നു, അല്ലെങ്കിൽ എക്സ്പീരിയൻസ് വഴി എങ്ങനെയെങ്കിലും ഒന്ന് PRലോട്ട് എത്താൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും ഈ ഇമിഗ്രേഷൻ പൂളിലേക്ക് നിരവധി എക്സ്പീരിയൻസ് ഉള്ളവരും ലാംഗ്വേജ് സ്കിൽസ് ഉള്ളവരും ഒക്കെ അമേരിക്കയിൽ നിന്ന് എത്തിക്കഴിയുമ്പോഴേക്കും അവരുടെ സാധ്യതകൾ കുറയുകയാണ് ചെയ്യുന്നത്. ഇത് എൻ്റെ ഒരു അഭിപ്രായമാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാൻ വീഡിയോകളൊക്കെ ഒത്തിരി കാണുന്നുണ്ടായിരുന്നു, കേൾക്കുന്നുണ്ടായിരുന്നു, നിരവധി ആർട്ടിക്കിളുകൾ വായിക്കുന്നുണ്ടായിരുന്നു. നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും വിലപ്പെട്ടതാണ്. നിങ്ങൾ താഴെ അത് കമൻറ്റ് ചെയ്യുക. പിന്നെ മറ്റൊരു കാറ്റഗറി എന്ന് പറയുന്നത്, ഇവിടെ ഇപ്പോൾ മറ്റ് വിസകളിൽ എത്തിയിട്ടുള്ളവരാണ്. നേഴ്സുമാരുണ്ട്, മറ്റ് കാറ്റഗറിയിൽ ട്രേഡുകളിൽ വർക്ക് ചെയ്യുന്നവരുണ്ട്, കെയർ വർക്കേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നവരുണ്ട്. ഇവരുടെയൊക്കെ കാറ്റഗറി ഡ്രോസ് ആണ് നടക്കേണ്ടത്. കുക്സിൻ്റെ ഒരു ഡ്രോ നടത്തിയിട്ടുണ്ടായിരുന്നു, എഡ്യൂക്കേഷൻ സെക്ടറിൻ്റെ ഒരു ഡ്രോ നടന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പല കാര്യങ്ങളും ഇടയ്ക്കൊക്കെ നടക്കുന്നുണ്ട്. അതൊരു പ്രതീക്ഷയാണ് അവർക്കത്. അപ്പോൾ മറ്റ് മേഖലകളിലേക്ക് കടന്ന് അവിടെ PR നേടുന്നതിനുള്ള സാധ്യതകളുണ്ട്. അതിനാൽ പല വിദ്യാർത്ഥികളും, പ്രത്യേകിച്ച് നമ്മുടെ ജേഷ് ജേക്കബ് RCCയുമായിട്ട് നടത്തിയ ഒരു ചർച്ചയിൽ അദ്ദേഹം തന്നെ പറയുകയുണ്ടായി, പല സാധ്യതകളും ഉണ്ട്. ഇപ്പോൾ തന്നെ നിങ്ങൾ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ, പ്രത്യേകിച്ചും
ഏത് കോഴ്സ് നിങ്ങൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്ലോബൽ ബിസിനസ് മാനേജ്മെൻറ്റോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സപ്ലൈ ചെയിൻ മാനേജ്മെൻ്റ് ഒക്കെ കഴിഞ്ഞിട്ടുള്ളവരാണെങ്കിലും നിങ്ങൾക്ക് PR സാധ്യതയുള്ള മേഖലകളിൽ ജോലി നേടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആപ്ലിക്കേഷൻ കൊടുക്കാൻ സാധിക്കും. അതാണ് എനിക്ക് ഒരു ഒപ്പീനിയനായിട്ട് പറയാനുള്ളത് 2022 ഇവിടെ എത്തി ഇപ്പോൾ വർക്ക് പെർമിറ്റിലോട്ട് കടന്നിട്ടുള്ളവരോട്. നിങ്ങൾക്ക് എന്തെങ്കിലും സർവീസുകളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും SPS ഇൻ്റർനാഷണൽ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്, അവിടെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ലോക്കൽ ജോബ് മാർക്കറ്റിനെ പറ്റി ഒന്ന് നോക്കാം. കാനഡയിലെ ഇപ്പോഴത്തെ സമരങ്ങളുടെ നിലവാരം, പ്രത്യേകിച്ചും കാനഡ പോസ്റ്റൽ വർക്കേഴ്സിൻ്റെ സമരം നടക്കുന്നു. അതോടൊപ്പം തന്നെ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് വന്നുകൊണ്ടിരിക്കുന്ന 24 കോളേജുകളിൽ സമരം നടന്നുകൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് ഒണ്ടേരിയയിൽ സമരം നടന്നുകൊണ്ടിരിക്കുന്നു. സപ്പോർട്ട് സ്റ്റാഫിൻ്റെ സമരമാണ്. അതിനെപ്പറ്റിയുള്ള വാർത്തകൾ ഞാൻ കഴിഞ്ഞ ആഴ്ച നമ്മുടെ ന്യൂസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ തന്നെ നേരിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. ഇതൊക്കെ നോക്കി കാണുമ്പോഴേക്കും ഇപ്പോൾ ജോബ് മാർക്കറ്റ് താഴേക്ക് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. നമ്മുടെ വീടിനടുത്തുള്ള സ്ഥലമാണ് ഓഷാവ എന്ന് പറയുന്നത്. അവിടെയുള്ള പ്ലാന്റുകൾ, ഓട്ടോ പ്ലാന്റുകളൊക്കെ അവിടെ പ്രൊഡക്ഷൻ കുറയ്ക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് പല ന്യൂസുകളിലും പറയുകയുണ്ടായി. 2026 ജനുവരി ആകുമ്പോഴേക്കും ഇനിയും ജോബ് കട്ട്സ് ഉണ്ടാവും. കൂടുതൽ ജോബ് കട്ട്സ് ഉണ്ടായി കഴിയുമ്പോഴേക്കും എക്കോണമി അല്പം സ്ട്രെസ്ഡ് ആവും. അതിനുള്ള സാധ്യതകളുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞു വയ്ക്കുന്നത്. കാരണം നിങ്ങളും കൃത്യമായിട്ടും കാര്യങ്ങൾ റിസർച്ച് ചെയ്ത് വേണം നിങ്ങളുടെ കരിയർ സെലക്ഷന്, അതോടൊപ്പം തന്നെ മുന്നോട്ടുള്ള പ്ലാനുകളൊക്കെ ചെയ്യേണ്ടത്. ഇവിടെ പല സപ്പോർട്ട് ഫണ്ട്സും അവൈലബിൾ ആണ്. ഇപ്പോൾ നിങ്ങളുടെ ജോലി പോവുകയാണെങ്കിൽ നമുക്ക് മറ്റ് ഓപ്ഷനുകളിലേക്ക് കടക്കാനുള്ള സമയമുണ്ട്. എംപ്ലോയ്മെൻറ്റ് ഇൻഷുറൻസ് എന്ന് പറയുന്നത് 1 വർഷം അല്ലെങ്കിൽ എക്സ്റ്റെൻഡഡ് ആയിട്ട് 1.5 വർഷം വരെ കാര്യങ്ങൾ പോകും. അതിനുള്ളിൽ തന്നെ നമ്മൾ ഡിസൈഡ് ചെയ്യണം നമുക്ക് മറ്റ് ഏത് മേഖലയിലോട്ട് കടന്നു കഴിഞ്ഞാൽ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുമെന്നുള്ളത്. ഇപ്പോഴത്തെ AI ഇൻഫ്ലുവൻസിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാം. AI ഇൻഫ്ലുവൻസ് വന്നിട്ടുള്ളത് കാരണം പല മേഖലകളിലെയും ജോലികൾ നഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ കരിയർ സെലക്ട് ചെയ്യുമ്പോഴേക്കും അതനുസരിച്ച് സെലക്ട് ചെയ്യേണ്ടതാണ്. ശരിയാണ്, നമ്മുടെ പാഷനും ഇൻട്രസ്റ്റും കാര്യങ്ങളും ഒക്കെ നോക്കണം. അതോടൊപ്പം തന്നെ ജോബ് ട്രെൻഡ്സുകൾ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വെബിനാർസൊക്കെ നമ്മൾ ഇടയ്ക്ക് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതിനെപ്പറ്റിയുള്ള കൂടുതൽ ഇൻഫർമേഷൻസ് കിട്ടാൻ വേണ്ടി നിങ്ങൾക്ക് താഴെയുള്ള ന്യൂസ് ലെറ്റർ സൈനപ്പ് ചെയ്താൽ മതി. അവിടെ കൃത്യമായിട്ട് അതിൻ്റെ ലിങ്കുകളും കാര്യങ്ങളും ഒക്കെ കൊടുക്കുന്നതാണ്. നമ്മുടെ എല്ലാ ആഴ്ചത്തെയും ന്യൂസിൻ്റെയും അതോടൊപ്പം തന്നെ വിശേഷങ്ങളും ഒക്കെ ഒരു ഇംഗ്ലീഷ് ന്യൂസ് ലെറ്ററായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. അത് സൈനപ്പ് ചെയ്യുക. പിന്നെ കൂടുതൽ ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ biju@canadianskills.c ഒരു ഇമെയിൽ അയച്ചാൽ മതി. കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഇനി അടുത്ത കാറ്റഗറി എന്ന് പറയുന്നത് നമുക്ക് വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിച്ച് നിൽക്കുന്ന ആളുകളുണ്ട്. പ്രധാനമായിട്ടും വിദ്യാർത്ഥികളായിട്ട് വിദേശത്തേക്ക് പോയി അവിടെ ഡിഗ്രിയോ ഡിപ്ലോമ ചെയ്യുക, അതിനുശേഷം അവിടെ സ്റ്റേ ചെയ്യുക, അല്ലെങ്കിൽ നാട്ടിലേക്ക് തിരിച്ചു പോവുക. രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് വർക്ക് വിസയിൽ പോകാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരാണ്. നഴ്സുമാരായിട്ട് പോകുന്നവരുണ്ട്, അല്ലെങ്കിൽ ഹെൽത്ത് കെയർ മേഖല, IT മേഖല, കുക്കിങ്, ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്ത് ജോലി ചെയ്യാൻ വേണ്ടി താല്പര്യപ്പെടുന്നവരുണ്ട്. ഇവരൊക്കെ നോക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് ആദ്യം കിട്ടുന്ന വർക്ക് പെർമിറ്റാണ്, അല്ലെങ്കിൽ സ്റ്റഡി പെർമിറ്റാണ്. അതിനുശേഷം നമുക്ക് തിരിച്ചു പോകേണ്ടതായിട്ട് വരും. ആ ഒരു റിയലിസ്റ്റിക് ചിന്താഗതിയോടുകൂടി നമ്മൾ തീരുമാനങ്ങൾ എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഒരു ഷോക്ക് ഉണ്ടാവില്ല. ഇതൊക്കെ സംഭവിക്കുന്ന കാര്യങ്ങളാണെന്ന് മനസ്സിലാക്കി നമുക്ക് ഡിസിഷൻസ് എടുക്കാൻ സാധിക്കും. ആരെയും നമുക്ക് ഡിസ്കറേജ് ചെയ്യേണ്ട യാതൊരു ആവശ്യവുമില്ല. പോകാൻ വേണ്ടി താല്പര്യപ്പെടുന്നവർ അവർ സ്വന്തമായിട്ട് തന്നെ റിസർച്ചുകളൊക്കെ ചെയ്ത് തീരുമാനങ്ങളെടുത്ത് മുന്നോട്ട് പോകട്ടെ. ചലഞ്ചസുകൾ തീർച്ചയായിട്ടും നമുക്ക് ഉണ്ടാവും. അത് ഇമിഗ്രേഷൻ്റെ പാർട്ട് തന്നെയാണ്. ഞാൻ 2000-ലും 2008-ലും ഒക്കെ പലപ്പോഴും US വാർത്തകൾ വായിക്കാറുണ്ടായിരുന്നു. അപ്പോൾ US-ൽ റിസഷൻ നടക്കുമ്പോൾ അവിടെയുള്ള ആളുകൾക്ക്, അതായത് അമ്മമാർക്ക് കുട്ടികൾക്ക് ആപ്പിൾ ജ്യൂസ് മേടിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റുന്നില്ല, അല്ലെങ്കിൽ അവരെ ഒരു പാർക്കിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി, അല്ലെങ്കിൽ ഒരു മൂവി ഷോയ്ക്ക് കൊണ്ടുപോകാൻ പറ്റുന്നില്ല, അവരിൽ പണമില്ല എന്നൊക്കെ ഉള്ള വാർത്തകൾ കാണാറുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിക്കുമായിരുന്നു, ഈ ഒരു ആപ്പിൾ ജ്യൂസ് കുടിച്ചില്ലെങ്കിൽ എന്താ കുഴപ്പം? നമ്മളൊക്കെ പണ്ട് ആപ്പി ഫീസ് എന്ന് പറഞ്ഞൊരു ചെറിയൊരു ആപ്പിൾ ജ്യൂസ് ആയിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത് നമുക്കൊക്കെ അന്ന്. അത് വല്ല കാലത്തെങ്ങാനും നമുക്ക് കുടിക്കുന്നു. അങ്ങനെയായിരുന്നു നമ്മളൊക്കെ വളർന്നു വന്നത്. എന്നാൽ ഇപ്പോഴാണ് എനിക്കത് മനസ്സിലായത്, നമ്മുടെ നാട്ടിലെ ഒരു കൾച്ചറേ അല്ല അമേരിക്കയിലോ കാനഡയിലോ ഉള്ളത്. ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതൽ ആളുകളും കാര്യങ്ങൾ കൂടുതൽ കൺസ്യൂം ചെയ്യും. നമ്മുടെ നാട്ടിലും അങ്ങനെയാണ്. ഇപ്പോൾ എല്ലാ സാധനങ്ങളും നമ്മൾ വാങ്ങാറുണ്ട്. ഇപ്പോൾ നേരത്തെ അങ്ങനെ അല്ലായിരുന്നു. അമേരിക്കയെ അമേരിക്കയായി മാറ്റുന്നത്, അല്ലെങ്കിൽ ലോകം മൊത്തം അമേരിക്കയെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നതിൻ്റെ ഒരു പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ ഒരു കൺസ്യൂമർ മാർക്കറ്റാണത്. ഏറ്റവും കൂടുതൽ വിൽപ്പന നടക്കുന്നത്, അല്ലെങ്കിൽ ഏറ്റവും ബ്രാൻഡഡ് ആയിട്ടുള്ള സാധനങ്ങൾ ഉപയോഗിക്കുന്നത് അമേരിക്കയിൽ തന്നെയാണ്.
ഇപ്പോൾ ഒരു വാർത്ത കഴിഞ്ഞ ദിവസം ഞാൻ മാതൃഭൂമിയിൽ നിന്ന് കേൾക്കാൻ ഇടയായി. അതിൽ തിരുപ്പൂർ, നാട്ടിലെ തിരുപ്പൂരിൽ വസ്ത്ര വിതരണ കമ്പനികളും വസ്ത്രനിർമ്മാണ കമ്പനികളും ഉള്ള സ്ഥലമാണത്. അവിടെ നിരവധി യൂണിറ്റുകളുണ്ട്. അവിടെ 50 വർഷമായിട്ട് അവിടെ നിന്നും അമേരിക്കയിലായിട്ടാണ് കയറ്റുമതി നടന്നുകൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ താരിഫ് അവരെ അഫക്റ്റ് ചെയ്തിരിക്കുകയാണ്. 70% ഗുഡ്സും അവിടെ നിന്ന് ഇനി മുന്നോട്ട് പോകില്ല എന്നാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം എല്ലാ സ്ഥലങ്ങളിലെയും സ്ഥിതിഗതികൾ ഈ ട്രംപ് ഭരണം വന്ന ശേഷം മാറിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഏത് രാജ്യത്തേക്ക് നിങ്ങൾ പോയാലും അവിടെ ചലഞ്ചസുകൾ ഉണ്ടാവും. അത് മനസ്സിലാക്കി തന്നെ ഒരു തീരുമാനമെടുക്കുക. നമുക്ക് മുന്നോട്ടും ഈ ചർച്ച തുടരാം. ലോക്കൽ ന്യൂസുകളിലേക്കൊക്കെ കടന്നു കഴിയുമ്പോഴേക്കും ഇപ്പോൾ നമ്മുടെ വെതറൊക്കെ നല്ലൊരു കണ്ടീഷനിൽ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. വർഷത്തെ ഓൾ ഓവർ വെതർ നോക്കിക്കഴിയുമ്പോഴേക്കും സമ്മർ വളരെ ഭംഗിയായിരുന്നു. അധികം മഴയൊന്നും ഇല്ലായിരുന്നു. വീക്കെൻഡുകളിലൊക്കെ നിരവധി ആഘോഷങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ നന്നായിട്ട് നടന്നുകൊണ്ടേയിരിക്കുന്നു. നമ്മുടെ പച്ചക്കറി നട്ടിട്ടുണ്ടായിരുന്നു ഒരു 3-4 മാസം മുമ്പ്. അതിൻ്റെ വിളവെടുപ്പ് കാര്യങ്ങളൊക്കെയാണിത്. കുറച്ച് തക്കാളി കിട്ടി, പിന്നെ കുറച്ച് നമുക്ക് പച്ചമുളക് കിട്ടി. പാവലൊന്നും വലിയ കാര്യമായിട്ട് കയറി വന്നില്ല. എങ്കിലും ഇതൊക്കെ എൻജോയ് ചെയ്തു. കുട്ടികളൊക്കെ പല കാര്യങ്ങളും അവിടെ ചെയ്യുന്നുണ്ടായിരുന്നു. ഇളയ മോനായിരുന്നു, അവനായിരുന്നു വെള്ളം ഒഴിച്ചുകൊണ്ടിരുന്നത്. അവൻ വളരെ ഹാപ്പി ആയിരുന്നു. സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ അവൻ ചെയ്യുന്ന പണിയായിരുന്നു ഇതിനൊക്കെ വെള്ളം ഒഴിക്കുക. അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ നമുക്കതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. കൃഷി എല്ലാവരും തുടരുക. പച്ചക്കറിയൊക്കെ നന്നായിട്ട് നട്ടു വളർത്തി എല്ലാവർക്കും കൺഗ്രാജുലേഷൻ. പിന്നെ നമ്മുടെ ന്യൂ കമേഴ്സിൻ്റെ പല പ്രോഗ്രാംസും ഉണ്ട്. ന്യൂ കമേഴ്സായിട്ട് വന്നിട്ടുള്ളവരെങ്കിൽ ഈ സമയങ്ങളിലൊക്കെ പലരും വരുന്നുണ്ട്. നിങ്ങൾക്ക് ഇവിടെ വരികയാണെങ്കിൽ നമ്മുടെ ബുക്ക് അവൈലബിൾ ആണ്, അത് ഞാൻ തരാം. അതോടൊപ്പം തന്നെ നമ്മുടെ കുറച്ച് ചെറിയ ചെറിയ ഗിഫ്റ്റുകളൊക്കെ ഉണ്ട്, അതൊക്കെ നിങ്ങൾക്കും തരാം. പിന്നെ പ്രധാനമായിട്ടും നമ്മുടെ കോഴ്സുകൾ, അതായത് കാനഡയിൽ പുതിയതായിട്ട് വന്നിട്ടുള്ളവർക്ക് വേണ്ടിയുള്ള കരിയർ സ്വിച്ചിങ്ങിനോ അല്ലെങ്കിൽ നിങ്ങളുടെ അപ്സ്കില്ലിങ്ങിനോ വേണ്ടിയുള്ള ഫ്രീ ആയിട്ടുള്ള പ്രോഗ്രാംസ് അവൈലബിൾ ആണ്. അതേപ്പറ്റി നിങ്ങൾക്ക് കൂടുതൽ അറിയാം. CPR ആൻഡ് ഫസ്റ്റ് എയ്ഡ് സെഷൻസ് നടക്കുന്നത് ഇനി ലണ്ടൻ ഒണ്ടേരിയോയിൽ 21-ാം തീയതിയും നോർത്ത് യോർക്കിൽ 20-ാം തീയതിയുമാണ് നടക്കുന്നത്. അതിൽ നിങ്ങൾക്ക് പങ്കുചേരാം. കഴിഞ്ഞ വെള്ളിയാഴ്ച ലൈവ് സെഷനിൽ മിസ്റ്റർ പാട്രിക്കും മിസ്റ്റർ റോഡും നല്ല ഒരു സെഷൻ കാഴ്ചവെച്ചു. പ്രത്യേകിച്ചും സെൽഫ് പ്രിപ്പറേഷൻ്റെ കാര്യങ്ങളായിരുന്നു അവർ പറഞ്ഞിരുന്നത്. നിരവധി ആളുകൾ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയുള്ള സെഷൻസ് നമുക്ക് മുന്നോട്ട് തുടരുന്നതായിരിക്കും. നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി നടത്തുന്ന പ്രോഗ്രാംസുകളാണിത്. മാതാപിതാക്കളൊക്കെ അതൊക്കെ ഒന്ന് കുട്ടികളിലേക്ക് ഷെയർ ചെയ്യുക. അമ്മമാർ ഷെയർ ചെയ്യുന്ന വീഡിയോസാണ് കുട്ടികൾക്ക് കിട്ടുന്നത്. അവരൊക്കെ എന്നെ കണക്ട് ചെയ്യാറുണ്ട് ഇവിടെ. അവരുടെ പ്ലാറ്റ്ഫോംസ് ഒക്കെ ഡിഫറൻ്റ് ആയിരിക്കും. പ്രത്യേകിച്ച് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ആയിരിക്കും അവർ കൂടുതലുള്ള. യൂട്യൂബിൽ നിന്ന് ലിങ്ക് നിങ്ങൾക്ക് അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അവരോട് കോൺടാക്ട് ചെയ്യാൻ പറയുക. ഫ്രീ സ്റ്റഡി മെറ്റീരിയൽസ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണെങ്കിൽ അവർക്കും കൊടുക്കാതെ തീർച്ചയായിട്ടും. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.